ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സാന്നിധ്യം ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മൾ പുതിയ ഒരു എപ്പിസോഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് സെബിയുടെ ചില നിർദ്ദേശപ്രകാരം ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ മരവിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടെന്ന് ഉള്ള ഒരു വാർത്ത ഉണ്ട്. അതായത് പല ഫണ്ട് മാനേജർമാരും അതുപോലെ തന്നെ ബ്രോക്കേഴ്സും ഒക്കെ അത് ഓൾറെഡി അവരുടെ കസ്റ്റമേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ നമ്മൾ ഇത് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇവരുടെ AMCയുടെ സൈറ്റോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സിൻ്റെ സൈറ്റോ തുറന്ന് നമ്മളിത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. അതായത് ഇത് വാലിഡേറ്റഡ് ആയിട്ടുണ്ടോ, അതല്ല ഇത് KYC രജിസ്റ്റേർഡ് ആയിട്ടാണോ കാണിക്കുന്നത്, അതല്ല ഡോക്യുമെൻറ്റ്സ് ഹോൾഡിങ്ങിലാണോ കാണിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഇത് മരവിപ്പിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ക്രയവിക്രയം നടത്താൻ പറ്റില്ല, പുതിയ ഫണ്ടുകൾ വാങ്ങിക്കാൻ പറ്റില്ല, അത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം വിൽക്കാനും പറ്റില്ല. ഈ ഒരു സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എന്താണ് അത് ഉണ്ടാവാനുള്ള കാര്യം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു പ്രജീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചോദിക്കണ്ടായി, എന്താണ് അത്, അതൊരു അബ്ദുള്ളയുണ്ട്, പുള്ളിയും ചോദിച്ചു, ഇങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ടല്ലോ, എന്താണത് എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ കിട്ടിയ വിവരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്നത്, അതായത് ഏറെ പേരുടെയും ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ KYC രജിസ്റ്റേർഡ് എന്ന നിലയിലായിരിക്കും കാണിക്കുക. KYC രജിസ്റ്റേർഡ്. ഈ രജിസ്റ്റേർഡ് ആകുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ രജിസ്റ്റേർഡാണ്, പക്ഷേ അതുകൊണ്ട് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ നടക്കില്ല. അതായത് ഈ നിലവിലിപ്പോൾ നമുക്ക് രജിസ്റ്റേർഡ്, അതായത് വാലിഡേറ്റഡ് അല്ലാത്തതായിട്ടുള്ള ഈ ഇതിൽ ഇപ്പോൾ വാലിഡേറ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ ഓക്കെ, അതല്ല ഈ രജിസ്റ്റേർഡ് എന്ന് മാത്രം കാണിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരിൽ പലർക്കും പുതിയ സ്കീമിൽ നിക്ഷേപിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. NRIക്കാരായ നിക്ഷേപിക്കാരെയാണ് KYC പരിഷ്കരണം കൂടുതലായിട്ടും ബാധിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം നാട്ടിലിരിക്കുമ്പോൾ ആളുകൾക്ക് ഇത് ചെയ്യാൻ എളുപ്പമാണ്. NRIസിനാകുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളും നൂലാമാലകളും ഉണ്ട്. ചില ലിങ്കുകൾ തുറക്കില്ല, സൈറ്റുകൾ ഓപ്പൺ ആവില്ല, കുറേ കാര്യങ്ങൾ അതുണ്ട്. മറ്റേ ഏതെങ്കിലും അക്ഷയ സെൻറ്ററിലോ എവിടെയെങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളൊക്കെ അടുത്തുള്ള അവിടെ ചെന്നാലൊക്കെ ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ബ്രോക്കേഴ്സിൻ്റെ ഓഫീസിൽ വരെ പോവാം. കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാണ്. NRIസിനാണെങ്കിൽ പരമാവധി ഇതിനെ ഒന്നാലും ബാങ്കിൻ്റെ ഫ്രാഞ്ചൈസിയോ ബ്രോക്കേഴ്സൊന്നും മിക്കവാറും ഉണ്ടാവില്ല. ചില ബ്രോക്കേഴ്സൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ തിറകിൽ. അപ്പോൾ അത് NRIസിന് ഇത്തിരി ഈസി ആയിട്ടുള്ള കാര്യമല്ല, ഓൺലൈനിലാണെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പുതിയ വ്യവസ്ഥ പ്രകാരം ഇപ്പോൾ അതിൻ്റെ പല രേഖകളും സാധുത ഇല്ലാണ്ടായിരിക്കണം. KYC പരിഷ്കരണം പ്രധാനമായിട്ട് NRIസിനാണ് ബാധിച്ചതെന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചല്ലോ. ഔദ്യോഗികമായി സാധുതയുള്ള പ്രമാണങ്ങളുടെ പട്ടികയിൽ മാറ്റം വരുത്തിയതാണ് ഈ തിരിച്ചടിയായിട്ടുള്ളത്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും യൂട്ടിലിറ്റി ബില്ലുകളും സാധുതയുള്ള രേഖകളായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, അതേപോലെ യൂട്ടിലിറ്റി, ഇലക്ട്രിസിറ്റിയോ ഇതിൻ്റെയൊക്കെ ബില്ലുകൾ, ടെലിഫോൺ ബില്ലൊക്കെ മതിയായിരുന്നു. ഇപ്പോൾ അത് പോരാന്നാണ് പറയുന്നത്. പുതുക്കിയ വ്യവസ്ഥകൾ പ്രകാരം എപ്രകാരമായിരിക്കും പുതിയ ഫണ്ടുകളിൽ നിക്ഷേപം സ്വീകരിക്കാൻ നോക്കാം. ഇപ്പോൾ KYC വാലിഡേറ്റഡ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമല്ല എന്നാണ് വാലിഡേറ്റഡ് എന്ന് പറയുമ്പോൾ, വാലിഡേറ്റഡ് ആണെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമാണെന്നാണ് അർത്ഥം. KYC വാലിഡേറ്റഡ് എന്ന് കാണിക്കുകയാണ്, നിങ്ങൾ സൈറ്റിൽ പോകുമ്പോൾ കാണിക്കുകയാണെന്ന് വെച്ചെങ്കിൽ പാനും ആധാർ കാർഡും KYC നടപടി പ്രകാരം ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പൂർത്തിയാക്കിയവരിൽ ഏറെ പേരും ഈ ഗണത്തിൽപ്പെട്ടിട്ടുണ്ടാകും. പുതിയ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപിക്കാൻ ഇത്തരക്കാർക്ക് യാതൊരു തടസ്സമില്ല. അപ്പോൾ ഇതിൽ ആർക്കാണ് തടസ്സം? KYC വാലിഡേറ്റഡ് ആണെങ്കിൽ തടസ്സമില്ല. അതാ പറഞ്ഞത്. KYC രജിസ്റ്റേർഡ് എന്ന് കാണിക്കും. ഈ ലിങ്കിൽ ഇതിൽ തന്നെ ഇവരുടെ സൈറ്റിൽ KYC രജിസ്റ്റേർഡ് എന്ന് മാത്രം കാണിച്ചാൽ നമ്മളതിൽ രജിസ്റ്റേർഡ് ആണല്ലോ എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. കാരണം ഏറെ പേരുടെയും KYC രജിസ്റ്റേർഡ് എന്ന നിലയിലായിരിക്കും കാണിക്കുക. അങ്ങനെയാണെങ്കിൽ നിലവിൽ നിക്ഷേപമില്ലാത്ത AMCകളുടെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ തുടർ നിക്ഷേപം നടത്താൻ കഴിയില്ല. നിലവിൽ നിക്ഷേപിച്ചിട്ടുള്ള ഫണ്ട് കമ്പനികളുടെ മറ്റ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ തടസ്സം ഉണ്ടാവില്ല. പുതിയ നിക്ഷേപം നടത്താൻ പറ്റില്ല, മറ്റ് ഫണ്ടുകളിൽ അത് നടത്താം ഈ KYC രജിസ്റ്റേർഡ് ആണെങ്കിൽ. പാസ്പോർട്ട്, വോട്ടേഴ്സ് ID കാർഡ് തുടങ്ങി രേഖകൾ നൽകി KYC രജിസ്റ്റർ ചെയ്തവരാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. പാൻ, ആധാർ കാർഡ് എന്നീ രേഖകൾ സമർപ്പിച്ച് KYC വാലിഡേറ്റ് ആയ ശേഷം മാത്രമേ പുതിയ AMCകളിലെ നിക്ഷേപം പരിഗണിക്കൂ. അപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ നമ്മൾ പാൻ കാർഡോ അതല്ലെങ്കിൽ ഈ ആധാർ കാർഡോ ഒക്കെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇനിയിപ്പോൾ
പുതിയതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, വാലിഡേറ്റ് ആവുള്ളൂ. എല്ലാ ഫണ്ടുകളിലും പുതിയ നിക്ഷേപം നടത്താൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത അതിൽ പരിശോധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KYC ഓൺ ഹോൾഡ് എന്ന് കാണിക്കും. KYC ഓൺ ഹോൾഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലുള്ള വിഷയം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടാവും ഓൾറെഡി, ആ രേഖകൾ വീണ്ടും വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് KYC രേഖകളും മൊബൈൽ നമ്പറും ഇമെയിൽ ID യും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ KYC വാലിഡേറ്റഡ് സ്റ്റാറ്റസ് ആവില്ല. KYC ഓൺ ഹോൾഡ് ആയി തുടരും. നിലവിൽ തുടരുന്ന SIPകൾക്ക് തടസ്സപ്പെടുമെന്ന് മാത്രമല്ല. ഇങ്ങനെയാണെങ്കിൽ ഓൺ ഹോൾഡ് ആകുമ്പോൾ എന്താണ് പ്രശ്നം വെച്ചാൽ ഡോക്യുമെൻ്റ് വാലിഡേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ നിലവിൽ SIP തുടരുന്നുണ്ട്, അത് തടസ്സപ്പെടും. അതുപോലെ തന്നെ നിക്ഷേപം തിരികെ എടുക്കാനും കഴിയില്ല. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്യുന്ന അർത്ഥം. അവിടെയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. നിലവിൽ നിക്ഷേപമുള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇടപാട് നടത്താൻ മൊബൈൽ നമ്പറും ഇമെയിലും വെരിഫൈ ചെയ്യുക എന്നതാണ് അതിനുള്ള പരിഹാരം. പുതിയ നിക്ഷേപം നിരസിക്കാൻ KYC നടപടിക്രമങ്ങൾ വീണ്ടും പാലിക്കുകയും വേണം. അല്ലെങ്കിൽ പുതിയ നിക്ഷേപങ്ങൾ എടുക്കില്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഇതിനായി പാൻ, ആധാർ കാർഡ്, സാധുവായ രേഖകൾ നൽകണം. KYC പുതുക്കിയില്ലെങ്കിൽ, KYC വാലിഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നിക്ഷേപം മരവിപ്പിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും നിക്ഷേപിക്കാനോ നിക്ഷേപം തിരികെ എടുക്കാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം. KYC ഹോൾഡ് ആണെങ്കിൽ രേഖകൾ വീണ്ടും സമർപ്പിച്ച് KYC വാലിഡേറ്റ് ആക്കേണ്ടി വരും. ഓൺലൈനായി ഇക്കാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരാനുണ്ട്. ഏപ്രിൽ 1 മുതലാണ് പുതുക്കിയ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. KYC സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. നമുക്ക് KYC സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത്? www.KRY അതായത് കാർവി കോം സൈറ്റിൽ പോയി പാൻ കാർഡ് അടിച്ചു കൊടുത്താൽ സ്റ്റാറ്റസ് അറിയാനാകും. KYC സ്റ്റാറ്റസ് ചെക്ക് എന്ന് ഗൂഗിൾ ചെയ്താലും ഈ സൈറ്റിലേക്ക് പോകാം. KYC എളുപ്പമുള്ള മാർഗം എന്ന് വെച്ചാൽ KYC സ്റ്റാറ്റസ് ചെക്ക് നമുക്ക് ഗൂഗിൾ ചെയ്തു മതി. അപ്പോൾ അതിലേക്ക് പോകും അത്. അപ്പോൾ ഈ കാർവിയുടെ സൈറ്റിലാണ് ഇത് വന്നിട്ടുണ്ടാവുക. ഇതിൽ പാൻ കാർഡാണ് ആദ്യം ചോദിക്കുക. പാൻ കാർഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ കഴിയും. അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ, ഓൺ ഹോൾഡ് ആണോ, അതല്ല വാലിഡേറ്റഡ് ആണോ, രജിസ്റ്റേർഡ് ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ അതിലൂടെ കാണാൻ പറ്റും. പിന്നെ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ എല്ലാതും ചെയ്യാൻ പറ്റും. ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രോക്കറായിട്ട് ബന്ധപ്പെടുക. ബ്രോക്കർ എന്തെന്ന് വെച്ചാൽ നമ്മളുടെ പാൻ കാർഡിൻ്റെ കോപ്പിയോ അതല്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് വേണ്ടി ആധാറിൻ്റെ കോപ്പിയോ അവർക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ പാസ്പോർട്ട് കോപ്പി, ഇത്രയും ആവശ്യമുള്ള രേഖകൾ അവർ ആവശ്യപ്പെടും. ഈ രേഖകൾ അവരുടെ സൈറ്റിൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇമെയിലായിട്ട് അയച്ചു കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ലിങ്ക് അയച്ചു തരും. ഈ ലിങ്ക് നമ്മുടെ ഇമെയിലിൽ ലിങ്ക് വരും. ഈ ലിങ്കിൽ നമ്മൾ പോയിട്ട് ഇത് വെരിഫൈ ചെയ്താൽ മാത്രം എന്തായി ഇത് നമ്മൾ വാലിഡേറ്റഡ് ആവും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫണ്ട് മരവിപ്പിക്കും എന്നാണ് പറയുന്നത്. ഫ്രീസ് ചെയ്യും, മറ്റു തുടർന്ന് നടത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല നമുക്ക് നിക്ഷേപം പിൻവലിക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂറുള്ള സൈന്യത്തിന് ഇത് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതുക, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ കൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.